മണി എന്നാ പേര് പറഞ്ഞല്ലേ? ഹണി. ഹണി അഥവാ തേൻ. എങ്ങനെ പോയിട്ടുണ്ടോ നീ മുതലേ? ഞാൻ ആംബുല കണ്ണൂർന്നു. ഉള്ളി ശബ്ദം പുറത്തെടുക്കല്ലേ? ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ വരെ പുറത്തുനിന്ന ഡോക്ടർ പറഞ്ഞത്. അല്ലെങ്കിൽ നിനക്ക് ചാങ്കി സ്വന്തം കുടുംബത്തിൽ ചെയ്തോറാ. ഇതേപോലെ ഉടനടി പലരില്ലാത്ത പാവങ്ങളുടെ വീട്ടിൽ പോണോ ഞാൻ? അല്ലേ മോളെ? അവള് ചാവാൻ വേണ്ടി വിഷങ്ങളെത്തിക്കാൻ വെച്ച് പിടിച്ചിട്ട് പട്ടി ഞാൻ കിടക്കുന്നു. അല്ലാതെ എനിക്ക് ചാവേണ്ട വല്ല കാര്യോട്ടോ നിനക്കെന്നെ അറിഞ്ഞൂടെ? അത് ശരിയാണല്ലോ. പെമ്പിളെ കിടന്നു അല്ലെങ്കിൽ നിനക്കുള്ള പോലെ ഇളക്കം. എന്റെ വയറ് വയ്യാതെ പെരുന്നാറ്റാവട്ട്. ബോധം വന്നാ വന്നു. ഈടാ രാഘവ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഒരു പെണ്ണ് ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞിട്ട് ജെറിൻ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ഓ, പോലീസ് കേസ് ആകേണ്ട പരിപാടിയാണ്. പിന്നെ നിന്റെ അപ്പനെ ഓർത്ത് മാത്രം വിളിച്ച് പറയട്ടാടാ. ഡാഡിയോട് പറയണ്ട. ആ ഒക്കെ പോട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. ഏതായാലും കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെ അതുകൂടെ പോയി കിട്ടിയ. പിന്നെ 2 ആഴ്ച കറക്റ്റായിട്ട് റെസ്റ്റ് വേണം. റെസ്റ്റ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് മാത്രമല്ല നിന്റെ ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് നടക്കത്തില്ല. പിന്നെ ഞാൻ എന്തോന്ന് കഴിക്കും? കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ. അതും പൊടിക്കഞ്ഞി. എടാ എടാ കഞ്ഞി. എന്നാടാ? എടാ കഞ്ഞി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നീ വന്ന് നിൽക്കൂലേ വീട്ടില്? എനിക്ക് ഉച്ചക്ക് മീലടി ഉറങ്ങില്ല. നീ പോകണ നീ ഹോം നേഴ്സ് കിട്ടി ദിവസം കൂലിക്ക്. ആ അത് നല്ല ഓപ്ഷനാണ്. ഹോം നേഴ്സിനൊക്കെ ഞാൻ അവിടെ പോയി നോക്കാൻ. ഈ സൂവ് കൊള്ളാം. ഈ സൂവിനെ തരുക. അപ്പൊ എന്നെ ആയിരുന്നു ഇന്ന് ഈ വാർഡിലേക്ക് വരണ്ട കേട്ടോ. വേറെ വാർഡിലേക്ക് നോക്കാം. വേറെ ആരും നോക്കാനില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. എന്തിന് എന്നെ ഇവിടെ മോർച്ചയിലോട്ട് എടുക്കാനാ? ഇവിടെ വീട്ടിൽ പോയി വല്ല അബദ്ധം കാണിച്ചാൽ നീ ഞാനും തൂങ്ങും. ഇന്നലെ തൊട്ട് നമ്മളെ ഫോളോ ചെയ്യാം. ഞാൻ അവളുടെ വീട്ടിലും പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോം നേഴ്സിനെ കിട്ടാൻ ഭയങ്കര പാടാ. ഈ കുട്ടി നോക്കണം പറഞ്ഞില്ലേ? പിന്നെന്താ ഡോക്ടറെ ഈ കുട്ടി നോക്കും. ഇതിന്റെ പേരെന്താ? ഹണി. ആരാ ഇവന്റെ ആര്? എൻ്റെ ഫ്രണ്ടാ. ആരാ? ഫ്രണ്ടാ. പിന്നെ ബാക്കി ടെസ്റ്റ് ഒക്കെ എടുത്തു. നോർമലാണോ? എല്ലാം നോക്കിയായിരുന്നു. എല്ലാം നോർമലായിരുന്നു. എല്ലാം നോക്കിയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്ചാർജ് തരാം. ഓക്കെ ആണേ? നല്ല കാര്യം. അപ്പം സുഖു കം ടു മൈ ക്യാബിൻ. അതെ നോക്കിക്കോളൂ. അവനെ അല്ല നിന്നെ ശരിക്കും അറിയാവുന്നോണ്ട് പറയാ. ഞാൻ നോക്കോളാം. പെയിന്റ് അടിക്കാറായി. പച്ച പെയിന്റ് അടിക്കും. അപ്പൊ താൻ റിച്ചാ? ഈ കാണുന്നതിനൊക്കെ ഒരൊറ്റ അവകാശമേ ഉള്ളൂ. അതിനെയാ നീ തട്ടാൻ നോക്കിയത്. അതിപ്പോ ആർക്കായാലും പറ്റത്തില്ല.